സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഷേഖയും കൂടി നമ്മുടെ യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞങ്ങളിപ്പം ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, മാസ്ക് എങ്ങനെ ഉണ്ടാക്കാം. സോ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ക്ലോത്ത് മാസ്കിൻ്റെ ഒരു വീഡിയോ ആണ്. കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തിട്ടുള്ള ഒരു മാസ്കിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ പോലെ കുറേ വീഡിയോസ് കണ്ടിട്ടാണ്, യൂട്യൂബിലത്തെ കുറേ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ മാസ്ക് ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പോൾ ഈ വീഡിയോസിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന 2 മോഡൽസാണ് ഞാനിപ്പം ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മോഡൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. നെക്സ്റ്റത്തെ മോഡൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. സോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരാളെയും കൂടി പരിചയപ്പെടുത്തി തരാം. എൻ്റെ മോൻ ഇഹാൻ, ഇന്നുമാന്ന് വിളിക്കും. അപ്പോൾ ഇവനാണ് എൻ്റെ ബേബി മോഡൽ. എടാ നീ എന്നോട് പൈസ വയ്ക്കോ മോഡലിംഗ് ചെയ്തിട്ട്. ഇന്നുമ്മേൻ്റെ മാസ്ക് ആണ്, ഈ കുഞ്ഞു മാസ്ക് ആണ് ഇതൊക്കെ. അപ്പോൾ ബേബി മാസ്കിൻ്റെ മെഷർമെൻറ്റ് സൈസും അതുപോലെ തന്നെ അഡൽട്സിൻ്റെ മെഷർമെൻറ്റ് സൈസ് എല്ലാം ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അത് നോക്കിയാൽ മതി. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് 2.5 years എബോ ആയിട്ടുള്ള കിഡ്സിൻ്റെ മാസ്ക് ആണ്. ഇതേ പ്രൊസീജിയറാണ് വലിയ മാസ്കിനും ചെയ്യേണ്ടത്, പക്ഷേ മെഷർമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമുക്ക് മാസ്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് 2 ക്ലോത്ത്സ് ആണ്. കണ്ടില്ലേ? അപ്പോൾ ഇത് എന്ന് വെച്ചാൽ 7 inches ലെങ്ത്തും 5.5 inches വിഡ്ത്തും ആണ്. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ 2 ഇലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ 12.5 centimeter ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നിന് 12.5, ഇത് 12.5. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇലാസ്റ്റിക് ഇല്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹെയർ ബാൻഡ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബനിയൻ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടാവുന്നില്ലേ, സ്ക്രാച്ച് എന്ത് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ അതും ഇല്ല എന്ന് വെച്ചാൽ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ടീഷർട്ട്സിൻ്റെ ഇതും എടുക്കാം കേട്ടോ. ഇലാസ്റ്റിക് ആയിട്ട് നമ്മൾ ആദ്യത്തെ മെറ്റീരിയൽ ഇതിങ്ങനെ വെക്കാം. ഈ സൈഡ് ഇങ്ങനെ, റോങ് സൈഡ് ബാക്കിലോട്ടായിട്ട്. അതുപോലെ തന്നെ നല്ല സൈഡ് ഇതിനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം. കറക്റ്റ് എല്ലാം ഒരേപോലെ ഇരിക്കണം. അതിനുശേഷം നമുക്ക് എലാസ്റ്റിക് എടുത്തിട്ട് ഒന്ന് ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെ, അതായത് ഉള്ളിലോട്ട് വെക്കണം. അതുപോലെ തന്നെ ഈ എലാസ്റ്റിക് എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് വെക്കണം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പം എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചാൽ ആദ്യത്തെ ഈ ഒരു എൻഡും പിന്നെ ഈ ഒരു എൻഡും ഇലാസ്റ്റിക് ഇതിൻ്റെ കോർണേഴ്സിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. പിന്നെ അതിനുശേഷം ഇങ്ങനെ, പിന്നെ അതിനുശേഷം വീണ്ടും ഇങ്ങനെ. പിന്നെ ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 2 inches നമ്മൾ ഗ്യാപ്പ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഈ 2 inches നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്. ബാക്കി ഈ സൈഡും സ്റ്റിച്ച് ചെയ്യണം. 2 inches ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ നമുക്കത് ഫ്ലിപ്പ് ചെയ്തിട്ട് വീണ്ടും കുറച്ചും കൂടി സംഭവം ചെയ്യാനുണ്ട്. സോ എലാസ്റ്റിക് വെച്ചിട്ടുള്ള 2 സൈഡും പിന്നെ 3ാമത്തെ സൈഡും ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാണ്. അതായത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും പിന്നെ ടോപ്പ് സൈഡും. ഇവിടെ 2 inches ഗ്യാപ്പ് ലീവ് ചെയ്തിട്ട് ബാക്കി പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. റെഡിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം എല്ലാ കോർണേഴ്സും നന്നായിട്ട് തുറന്നതിന് ശേഷം ഈ ഓപ്പൺ ചെയ്ത 2 inchesൻ്റെ ഭാഗം അകത്തേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് ദിസ്. അതിനുശേഷം എല്ലാ ഭാഗവും ഒന്നും കൂടി ഡബിൾ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്കൊരു പ്രസ്സിങ് അയൺ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തതിന് ശേഷം ഇത് മിഡിലേക്ക് കൂടി ഇങ്ങനെ ഇതേ കാണുന്ന പോലെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും അയൺ ചെയ്യാം. ഇപ്പം നമുക്ക് മിഡിലൊരു മാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്, ഇതുപോലെ. ഇനി ഇതിലേക്ക് ഈ 2 സൈഡിൽ നിന്നും വീണ്ടും മിഡിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്യാം. ഇപ്പം നമുക്ക് 3 മാർക്കിങ്സ് കിട്ടാൻ പോവുകയാണ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് വെച്ചിട്ട്, ഈ ക്ലോത്ത് തിരിച്ച് വെച്ചിട്ട് നോക്കിയാൽ നമുക്ക് 3 മാർക്കിങ്സ് കിട്ടി. ഇപ്പോൾ ഈ 3 മാർക്കിങ്സ് നമ്മൾ ഈ കാണുന്ന പോലെ ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്ലീറ്റ്സ് കിട്ടി. അപ്പോൾ ഈ പ്ലീറ്റ്സ് നല്ല സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ട്, നല്ല സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പം ഉണ്ടാവാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതിൻ്റെ മേലെ കൂടി ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യണം. അയൺ ചെയ്താൽ ഇത് നന്നായിട്ട് സ്റ്റിഫായിട്ട് നിൽക്കും. ഓക്കെ, ഫൈനലായിട്ട് ഈ കാണുന്ന സൈഡും സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് ചെയ്യണം.
ദാ മാസ്ക് റെഡിയാണ്. അടിപൊളി മാസ്ക് ആണ്. ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ് ആൻഡ് വെരി ഈസി ടു മേക്ക്. അത് തന്നെയാണ് ഇതിൻ്റെ പ്ലസ് പോയിന്റും. ഇതൊക്കെ ഡിഫറെൻറ്റ് സൈസസ് ഓഫ് മാസ്ക് ആണ്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഒരു അഡൽട്ട് സൈസ് മാസ്ക് ആണ്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആണ്, കംഫർട്ടബിൾ ആണ്, ഒരു കുഴപ്പമില്ല. അതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല ഈസി ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലേ ഇത്. എല്ലാവരും ഈ മാസ്ക് ഉണ്ടാക്കി നോക്കുക. നല്ല എന്താ പറയുക, യൂസ്ഫുൾ ആണ്, റീയൂസബിൾ ആണ്. നന്നായിട്ട് വാഷ് ചെയ്യണം. ഈച്ച് ടൈം നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്യണം, ഡ്രൈ ചെയ്യണം, എന്നിട്ട് വേണം യൂസ് ചെയ്യാൻ. ഹാൻഡ് സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുക, പിന്നെ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത മോഡൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ വേറൊരു മോഡലും കൂടി കാണിച്ചു തരുന്നത്. അപ്പോൾ ആ മോഡൽ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അതുവരെ